റോസമ്മയുടെ കല്യാണം ഉറപ്പിച്ചു. അടുത്ത മാസമാണ് കല്യാണം. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും ആ മാസം എത്താൻ വേണ്ടി. അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ആ ന്യൂസ് കേൾക്കുന്നത്. റോസമ്മയെ കാണാനില്ലേ, അവരെവിടെ പോയി, അവർക്ക് എന്തു പറ്റി, ഇനി വല്ലവൻ്റെയും കൂടെ ഇറങ്ങി പോയതാണോ, ഇനി വല്ലവനും അടിച്ചുകൊണ്ട് പോയതാണോ, ഒന്നും അറിയത്തില്ല. എന്തായാലും റോസമ്മയ്ക്ക് എന്തോ പറ്റി. ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. 60 വയസ്സ് കഴിഞ്ഞ റോസമ്മാമ്മയുടെ മുഖത്ത് എപ്പോഴും സന്തോഷമാണ്. എപ്പോഴും കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രമൊക്കെ ധരിച്ചു, പൗഡറൊക്കെ പൂശി, മുടി അങ്ങോട്ട് ചീവി ചിലപ്പോൾ ഇങ്ങോട്ട് ചീവി. തൃപ്തിയാവുന്നില്ല. എത്ര ഒരുങ്ങിയാൽ ഇപ്പോൾ റോസമ്മാമ്മയ്ക്ക് തൃപ്തിയാവുന്നില്ല. എന്തായാലും ആളാകെ മാറിയിരിക്കുകയാണ്. നേരത്തേക്ക് ആണെങ്കിൽ ഒരാളെ കണ്ടാൽ പോലും മിണ്ടത്തില്ല, മുഖം ഇങ്ങനെ ഈ കനത്ത് ഇരിക്കുമായിരിക്കും, മൂശാട്ട പിടിച്ച മുഖമാണ്. ഇപ്പം അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആരെ കണ്ടാലും മോനെ എവിടെ പോടാ, അച്ഛനൊക്കെ സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് കുശലം ചോദിച്ചിട്ട് റോസമ്മ പോകത്തുള്ളൂ. എപ്പോഴും സന്തോഷമാണ്. നാട്ടുകാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ റോസമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം. എല്ലാവരും നല്ലോണം പെരുമാറുന്നു, നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, എന്തോ കുഴപ്പമുണ്ട്. ആൾക്കാരൊക്കെ സംസാരിച്ചു. 60 വയസ്സ് കഴിഞ്ഞ റോസമ്മാമ്മ ഇത്ര സന്തോഷിക്കണമെങ്കിൽ, ഇത്ര ഒരുങ്ങണമെങ്കിൽ, ഇത്ര നല്ല വസ്ത്രം ധരിക്കണമെങ്കിൽ അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് അറിയാമോ? റോസമ്മാമ്മയുടെ കല്യാണമാണ്. അടുത്ത മാസം കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്, നടന്നിരിക്കും. കാര്യം ഒരുപാട് ആലോചനയൊക്കെ വന്നു, ഒന്നും ഇങ്ങോട്ട് കൈ കൊടുക്കാതിരിക്കുമായിരുന്നു. പക്ഷെ ഇത്ര പ്രായമില്ല, ആൾക്കാരൊക്കെ കളിയാക്കുമല്ലോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഈ റോസമ്മയെ അലട്ടിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനല്ല. ഒറ്റപ്പെടിൽ വല്ലാത്തൊരു അവസ്ഥയാണ്. 2 ആമക്കളുണ്ട്. അവന്മാർ കാര്യം നോക്കി പോയേക്കുവാണ്. ഒറ്റ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ആകെപ്പാടെ സഹായത്തിനുള്ളത് തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സഹോദരൻ ബെന്നിയാണ്. പകലൊക്കെയാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാം. രാത്രിയിലാണെങ്കിൽ പേടിയാണ്, ആരെങ്കിലും വന്ന് കൊല്ലുമോ കല്ലെറിയുമോ പിടിച്ചോണ്ട് പോകുന്നുള്ള പേടിയാണ് രാത്രിയിൽ. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ റോസമ്മ? തൊട്ടപ്പുറത്തുള്ള ഒരു വേലിക്ക് അപ്പുറത്തുള്ള സഹോദരൻ ബെന്നിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. സഹോദരനാണെങ്കിൽ എത്രയെന്നും പറഞ്ഞ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഓ വേണ്ട, തനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അങ്ങനെയാണ് മാട്രിമോണിയിൽ ഒരു പരസ്യം കാണുന്നു, അയാളെ വിളിക്കുന്നു. പറ്റിയൊരു ചെറുക്കനാണ് കിട്ടിയിരിക്കുന്നത്. തന്നേക്കാൾ കുറച്ച് വയസ്സ് കൂടുതലാണെങ്കിൽ തന്നെ പൊന്നുപോലൊക്കെ നോക്കാന്നൊക്കെയാണ് അയാൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും അതൊരു ആശ്വാസമാണ്. തനിക്കൊരു പുതിയ ജീവിതം കിട്ടാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് റോസമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം കഷ്ടപ്പെട്ടാണ് 2 ആമക്കളെ വളർത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവന്മാരുടെ കാര്യം നോക്കിയപ്പോൾ ഇപ്പോൾ റോസമ്മ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം റോസമ്മ എടുത്തിരിക്കുന്നത്. റോസമ്മയാണെങ്കിൽ നല്ല കഠിനാധ്വാനിയാണ് കേട്ടോ. ഒരു 10 പൈസ പോലും വെളിയിൽ കളയത്തില്ല. കിട്ടുന്ന പൈസ മുഴുവൻ ബാങ്കിൽ കൊണ്ടിടും. ഞാൻ ജോലി പറഞ്ഞില്ലേ, അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഹോം നഴ്സിംഗ് ആണ്. വയ്യാതെ കിടക്കുന്ന ആൾക്കാരെ നോക്കും, ചിലപ്പോൾ വീട്ടു ജോലിക്ക് പോകും. അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്താണ് അവർ അന്തസ്സായിട്ട് ആരെയും ആശ്രയിക്കാതെ ജീവിച്ച് പോകുന്നത്. കിട്ടുന്ന പൈസ മുഴുവൻ അവരെന്തോ ചെയ്യുന്നറിയാമല്ലോ, ബാങ്കിൽ കൊണ്ടിടും, ആ സ്വർണ്ണമായിട്ട് മാറ്റും. ദേഹത്തൊക്കെ നല്ല സ്വർണ്ണമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളെ പോലും ആശ്രയിക്കാതാണ് അവർ കഴിയുന്നത്. പക്ഷേ ഈ ഒറ്റപ്പെടിയിൽ വല്ലാത്തൊരവസ്ഥയാണല്ലോ. വീട്ടിൽ ഒറ്റയിരിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ് ആര് നടക്കുന്നത്? റോസമ്മ നടക്കുന്നത്. പക്ഷേ ഈ റോസമ്മയുടെ കല്യാണത്തോട് ആർക്കും അത്ര താല്പര്യമില്ല, പ്രത്യേകിച്ച് ആൺമക്കൾക്ക്. 60 വയസ്സ് കഴിഞ്ഞ് തള്ള ഇറങ്ങി തിരിച്ചേക്കോ കല്യാണം എന്ന് പറഞ്ഞു, നാണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി. ബന്ധുക്കളും പറഞ്ഞു, റോസമ്മ ഇത്രയും വയസ്സായാലേ ഇനിയിപ്പോൾ എങ്ങനെ കഴിഞ്ഞു കൂടാൻ നോക്ക്, കല്യാണം വേണ്ട. എന്നിട്ട് പോലും റോസമ്മ അടങ്ങുന്നില്ല. താൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്ന, തനിക്കൊരു കൂട്ട് വേണം. ആ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുവാണ് റോസമ്മ. എന്തായാലും കല്യാണം ഫിക്സ് ചെയ്തു, അത് നടന്നിരിക്കും. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞു വരികയാണ്. ഒരു ദിവസം ഈ റോസമ്മയെ കാണുന്നില്ല. ഇതെവിടെ പോയി? സാധാരണയായിട്ട് ഹോം നേഴ്സിംഗ് കൊണ്ട് ബന്ധപ്പെട്ട് ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം അവിടെ തങ്ങിയിരിക്കും, ജോലിയുടെ ഭാഗമാണല്ലോ. പക്ഷേ ഇത് ദിവസം 4 കഴിഞ്ഞു. അവരിതെവിടെ പോയി? സഹോദരൻ ബെന്നി തിരക്കി, നാട്ടുകാർ തിരക്കി, ബന്ധുക്കളൊക്കെ തിരക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ആമക്കളും തിരക്കി ഇറങ്ങിയില്ല കേട്ടോ. എവിടെയെങ്കിലും പോട്ടെ എന്നുള്ള ഒരു ചിന്തയായിരിക്കും അവർക്ക്. എന്തായാലും നാട്ടുകാർ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിലാണ് ആൾക്കാരോടൊക്കെ പെരുമാറുന്നത്. വിശേഷമൊക്കെ ചോദിക്കുന്നത് ആദ്യം പറഞ്ഞല്ലോ. അങ്ങനെയുള്ള സ്ത്രീയെ പെട്ടെന്ന് ഒരു ദിവസം കാണുന്നില്ല. ബെന്നിയോട് നാട്ടുകാർ ചോദിച്ചു, ബെന്നി ചേട്ടാ ഈ റോസമ്മ എന്തിയേ? 4 ദിവസം മുമ്പ് ഇറങ്ങി പോയതാ, ജോലിയുടെ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഞാൻ എൻ്റെ ജോലി നടക്കുന്നില്ല. ശരിയാണ്, ബെന്നിയുടെ വീട് പണി നടക്കുകയാണ്. ഈ മതിൽ കെട്ടുന്നുണ്ട്, വരാന്ത അഴിച്ചു പണിയുന്നുണ്ട്, സ്റ്റെപ്പ് കെട്ടുന്നുണ്ട്. ആ വീട് മുഴുവൻ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പണി നടക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധയിലാണ് ബെന്നി ഇപ്പോൾ. എന്തായാലും ബെന്നിയുടെ വഴിക്ക് വിട്ടു. റോസമ്മയെ പറ്റി പല രീതിയിൽ പല സ്ഥലത്തും അന്വേഷണം ഇങ്ങനെ തുടങ്ങിയാണ്. ഇപ്പോൾ ദിവസം ഓരോ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൽ പരാതി കൊടുക്കാമെന്ന് പലരും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത്. ബെന്നി പണി നടക്കുന്ന വീടിൻ്റെ മുമ്പിൽ ബോധം കെട്ട് കിടക്കുന്നു. ആൾക്കാരെല്ലാം ആ വീട്ടിലേക്ക് ഓടിക്കൂടുന്നു, പലരും വെള്ളമൊക്കെ തെളിക്കുന്നു. എന്തോ പറ്റി വേണ്ടിച്ചിട്ടാന്നൊക്കെ ചോദിച്ചിട്ട് ബെന്നി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അയാൾ ഇങ്ങനെ കണ്ണും പിടിച്ചും കിടക്കുകയാണ്. എന്തായാലും ബോധം തെളിഞ്ഞു. പിന്നെ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ബെന്നി ഒരൊറ്റ ഓട്ടമായിരുന്നു ദൂരേക്ക്. ചെന്ന് കയറിയത് ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ്. എന്ന് പറയുമ്പോൾ ബെന്നിയുടെ ചേട്ടൻ്റെ വീട്ടിലാണ് വന്ന് കയറിയത്. അവിടെ ചേട്ടൻ്റെ മകളുണ്ട്. ആ മകളുടെ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ചിറ്റപ്പനൊരു അബദ്ധം പറ്റിപ്പോയി മക്കളെ, ചിറ്റപ്പനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയി. പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഈ ബെന്നിയാണ് റോസമ്മയെ കൊന്നിരിക്കുന്നത്. കൊന്നത് മാത്രമല്ല, റോസമ്മയുടെ മൃതദേഹം ഈ ബെന്നിയുടെ വീടിൻ്റെ ആ സൈഡിൽ കുഴിച്ചിട്ടുമുണ്ട്.
ഒരാൾ പോലും വിശ്വസിക്കില്ല. കാരണം ഈ ബെന്നിയും സഹോദരിയും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. ആങ്ങളും പെങ്ങളും അല്ലേ, ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന് ഒരാൾ പോലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഈ ബന്ധുക്കൾ ഉടനെ പോലീസ് വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി. ബെന്നി പറഞ്ഞ ശരിയാണ്. ഈ വീടിനോട് ചേർന്ന്, അതായത് അടുക്കള ഭാഗത്ത് ഒരു കുഴി എടുത്തിട്ടുണ്ട്. ആ കുഴിക്കുള്ളിലാണ് ഈ പറയുന്ന റോസമ്മയുടെ മൃതദേഹം കിടക്കുന്നത്. പോലീസ് എത്തി അത് മാന്തി എടുക്കുകയാണ്. വളരെ ആഴത്തിലാണ് ഈ മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഴത്തിൽ. അതിൻ്റെ പുറത്ത് കുറേ സാധനങ്ങളൊക്കെ മൂടിയിട്ടുണ്ട്. അതിന് പുറത്ത് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ പോലും ഒരാൾക്ക് പോലും സംശയമില്ലാത്ത രീതിയിലാണ് ഈ റോസമ്മയെ അടക്കിയിരിക്കുന്നത്. റോസമ്മയുടെ മൃതദേഹത്തിന് ഏതാണ്ട് 4-5 ദിവസം പഴക്കമുണ്ട്. പക്ഷെ മൃതദേഹത്തിൽ സ്വർണ്ണാഭരണങ്ങളൊന്നും കാണുന്നില്ല. ബെന്നി അതും കാട്ടിക്കൊടുത്തു. തൊട്ടപ്പുറത്തുള്ള ആ കുഴിയിലുണ്ടെന്ന് ബെന്നി പറഞ്ഞു. പോലീസ് അവിടെ നിന്ന് ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം കണ്ടെടുത്തു. ഇനി അറിയേണ്ടത്, ഇത്രത്തോളം സ്നേഹത്തോട് കഴിഞ്ഞിരുന്ന സഹോദരൻ എന്തിനു വേണ്ടിയായിരിക്കും കൊന്നതല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ റോസമ്മ കല്യാണത്തെ പറ്റി ചിന്തിച്ചു. അടുത്ത മാസം കല്യാണമാണ്. പക്ഷേ ഇത് ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വിധത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കല്യാണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് ആർക്കാണെന്ന് അറിയാമോ? ബെന്നിക്കും. കാരണം ഈ ബെന്നിയുടെ ഒരു കറവപ്പശുവായിരുന്നു ഈ പറയുന്ന റോസമ്മ. കിട്ടുന്ന പൈസ മുഴുവൻ ഈ ബെന്നിയെ കൊണ്ട് ഏൽപ്പിക്കും. അതിൽ പല വിധത്തിലാണ്. ഇന്ന ആവശ്യത്തിനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റോസമ്മ കൈ അയച്ച് ഈ ബെന്നിയെ സഹായിക്കും. അത് മാത്രമല്ല, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഈ റോസമ്മയുടെ കയ്യിൽ നിന്ന് പല പല കാരണങ്ങൾ പറഞ്ഞ് ഈ ബെന്നി വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പണയം വെച്ചിട്ടുമുണ്ട്. ഇതിപ്പോൾ എൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ്, അതൊക്കെ എത്രയും പെട്ടെന്ന് വേണമെന്ന് ഈ റോസമ്മ പറയുന്നുമുണ്ട്. അത് തിരിച്ചെടുത്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. എന്തായാലും തൻ്റെ കറവപ്പശു തൻ്റെ കൈവിട്ട് പോവുകയാണെന്നുള്ള ചിന്ത ഈ ബെന്നി അലട്ടുകയാണ്. ഈ കല്യാണത്തിൽ നിന്ന് പിന്തിരിയാൻ റോസമ്മയോട് ബെന്നി നിരന്തരം ആവശ്യപ്പെട്ടു. പക്ഷേ ഈ റോസമ്മ വഴങ്ങുന്ന ഒരു ലക്ഷണം പോലും ഇല്ല. കല്യാണത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവസാനം ഈ ബെന്നി തീരുമാനിച്ചു, നടക്കുന്ന ലക്ഷണമില്ല, എന്തായാലും തനിക്കില്ലാത്ത കറവപ്പശുവിനെ വേറെ ഇടത്തും കൊണ്ടുപോകണ്ട. ആ ഒരു തീരുമാനം എടുക്കുകയാണ് ബെന്നി. അതിന് പറ്റിയ ഒരു ദിവസം നോക്കിയിരിക്കുകയാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ ആൾക്കാരുടെ ശ്രദ്ധ മുഴുവൻ മാറ്റണമല്ലോ. ഒരാൾക്ക് പോലും തന്നിന് സംശയം തോന്നാൻ പാടില്ല. വളരെയധികം സ്നേഹത്തോടെയാണ് ആ നിമിഷം മുതൽ ഈ സഹോദരിയോട് പെരുമാറുന്നത്. അതുമാത്രമല്ല, വീട്ടിലുള്ള അല്ലറ ചില്ലറ പണികളും അയാൾ തുടങ്ങി. എന്ന് പറയുക, വരാന്ത അഴിച്ചു പണിയുക, സ്റ്റെപ്പ് കെട്ടുക, അടുക്കള ഭാഗത്ത് കുഴിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പണി നടക്കുന്നു എന്ന് മറ്റുള്ളവർ തോന്നിക്കണം. അങ്ങനെ ആ ഒരു സംശയം നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് മാറി. ബെന്നി പണിയല്ലേ, വീട് പണിയല്ലേ, എന്തെങ്കിലും ആവട്ടെ എന്ന് ആൾക്കാർ വിചാരിച്ചു. പറ്റിയൊരു ദിവസം എത്തി. ആ വീട്ടിൽ ബെന്നിയെ കൂടാതെ ബെന്നിയുടെ മകനുണ്ട് കേട്ടോ. മകൻ ആ ദിവസം പുറത്തു പോയിരിക്കുവാണ്. പറ്റിയൊരു ദിവസമാണ്. നല്ലൊരു ചുറ്റിയ കൈ കരുതിയിട്ടുണ്ട്. അന്ന് വൈകുന്നേരത്തോടെ 8 മണി സമയത്തോടെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുണ്ടായി. കല്യാണത്തെ പറ്റി ആയിരിക്കുമല്ലോ. കൈ ഇരിക്കുന്ന ചുറ്റി വെച്ച് ഒരു ഒറ്റ അടിയായിരുന്നു. പാവം റോസമ്മയുടെ തലക്കെട്ട്. അങ്ങനെ ഒരു അടി പാവം റോസമ്മ പ്രതീക്ഷിച്ചില്ല. അടി കൊണ്ട് നിലത്തേക്ക് വീണ് കുറച്ച് കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? കൊണ്ട് മൂടണം. അതിനു മുമ്പ് തന്നെ വളരെ വിദഗ്ധമായിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ കുഴിയിലേക്ക്, അതായത് ആഴമുള്ള കുഴിയിലേക്ക് റോസമ്മയുടെ മൃതദേഹം എടുത്തിട്ട്, എന്നിട്ട് അതിൻ്റെ പുറത്ത് കല്ലും മണ്ണും ഒക്കെ ഇട്ട് മൂടി. ഇപ്പോൾ പുറത്ത് നിന്ന് നോക്കിയാൽ അങ്ങനെ ഒരു മൃതദേഹം ആ ഭൂമിക്കടിയിലുണ്ടെന്ന് ഒരാൾക്ക് പോലും തോന്നത്തില്ല. അയാൾ നെടുവീർപ്പിട്ട് സമാധാനമായി. പക്ഷേ മൃതദേഹം ആ കുഴിയിൽ കയറിയ നിമിഷം മുതൽ അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇയാളിങ്ങനെ ഓരോന്ന് തോന്നുകയാണ്. അപ്പുറത്ത് റോസമ്മ നിൽക്കുന്നു, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഭീകരമായ കാഴ്ചകളാണ് പിന്നീട് അയാൾ കാണുന്നത്. ഇതെല്ലാം തോന്നലുകൾ മാത്രമാണ്. പക്ഷെ എന്തായാലും ഇയാളുടെ സമാധാനം നഷ്ടപ്പെട്ടു. ഊണുമില്ല, ഉറക്കവുമില്ല. അതുമാത്രമല്ല, ഈ റോസമ്മയെ തപ്പി ആൾക്കാരൊക്കെ നടക്കുകയാണല്ലോ. പോലീസിലും കേസ് കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും പോലീസ് തന്നെ പിടിക്കും, ഇനി ആകപ്പാടെ കുഴപ്പമാവുന്നൊക്കെ ഇയാൾ അലട്ടാൻ തുടങ്ങി. അങ്ങനെ ആ ചിന്തയും ഈ ചിന്തയും റോസമ്മ ചിന്തയും എല്ലാം കൂടെ വന്നപ്പോഴാണ് അയാൾ ആ വീടിന് മുമ്പിൽ ബോധം കെട്ട് വീണത്. പിന്നെ അയാൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഓടുന്നു, ബന്ധുവിനോട് കാര്യങ്ങൾ പറയുന്നു, അവസാനം ഇയാൾ അകത്താവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബെന്നി ഈ സത്യം പുറത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഈ റോസമ്മയുടെ തിരോധാനം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിച്ചേനെ. ഹോമിനേഴ്സ് അല്ലേ, പല വീടുകളും പോകുന്ന സ്ത്രീയാണ്. അവരാരെങ്കിലും അപായപ്പെടുത്തി കാണുമോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നാട് വിട്ടുപോയി കാണുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ ഒരു പക്ഷേ ഈ കേസ് അങ്ങനെ അവസാനിപ്പിച്ചേനെ. പക്ഷേ എന്തായാലും ബെന്നിയുടെ വാഗൊണ്ട് തന്നെ ആ സത്യം പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് അയാൾ നേടിയിരിക്കുന്നത്? ഈ കറവപ്പശുവിനെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണല്ലോ ഈ ഒരു കൊലപാതകം നടത്തിയത്. അവസാനം കറവപ്പശുവും പോയി, അയാളുടെ ജീവിതവും പെരുവഴിയിലായി, ജയിലിനകത്തായി. യഥാർത്ഥത്തിൽ ആ സ്ത്രീ ചെയ്ത തെറ്റെന്താണ്? തനിക്ക് ഈ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിച്ചതാണോ തെറ്റ്? അങ്ങനെ ആർക്കും ആഗ്രഹിക്കാം. നമുക്കൊരു കൂട്ട് വേണമെങ്കിൽ കൂട്ട് തേടിപ്പോകാം. അതിനകത്ത് യാതൊരു തടസ്സവുമില്ല. നമ്മുടെ ഈ വയസ്സാം കാലത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സമയത്തുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ദുരന്ത കാലഘട്ടം, ഒറ്റപ്പെടിയിൽ. എന്തായാലും നമുക്ക് ആർക്കും ആ ഒരു ദുരന്തം, അതായത് ഒറ്റപ്പെടൽ ഉണ്ടാവാതിരിക്കട്ടെ. ബെന്നി കാണിച്ച മണ്ടത്തരം ഒരുത്തരം കാണിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.